സിനിമാ സെറ്റുകളിലെ ലൈംഗിക ചൂഷണത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് വലിയ കയ്യടി നേടിയതാണ് പൃഥ്വിരാജ്. എന്നാൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് പ്രധാന റോളിലെത്തിയ ബ്രോഡാഡിയുടെ സെറ്റിൽ വെച്ചും പീഡനം നടന്നതായി വെളിപ്പെടുത്തൽ. സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ ലഹരി മരുന്ന് നൽകി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. മൻസൂർ റഷീദിനെതിരെ യുവതി പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇമെയിൽ മുഖേന പരാതി നൽകി. പീഡനത്തെക്കുറിച്ച് പൃഥ്വിരാജിന് അറിയിച്ചതോടെ മൻസൂറിനെ സിനിമയിൽ നിന്നും മാറ്റിയിരുന്നു. ഇയാളെ സംരക്ഷിക്കുന്നത് കൊല്ലത്തെ CPM നേതൃത്വമാണെന്നും യുവതി ആരോപിക്കുന്നു. ശീതളപാനീയത്തിൽ ലഹരിമരുന്ന് നൽകി ബോധം കെടുത്തിയ ശേഷം പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. ബ്രോഡാഡി സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദിനെതിരെയാണ് പീഡന പരാതി ഉയർന്നിരിക്കുന്നത്. 3-ാം തീയതി 4-ാം തീയതി ഷൂട്ടുണ്ട്. അന്ന് ഷൂട്ട് ശംഷാബാദ് വെച്ചായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ക്രൂ ഫുള്ളുള്ള റൂം ഹോട്ടലിലായിരുന്നു ഞാൻ റൂം ബുക്ക് ചെയ്തിരുന്നത്. അപ്പം ഞാനൊരു 5 മണി ആയപ്പോഴത്തേക്ക് റൂമിലെത്തി. 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് റൂമിലേക്ക് വരികയും അപ്പം എന്നോട് പറഞ്ഞ് ചീഫ് അസോസിയേറ്റിന്റെ അടുത്ത് നമുക്ക് പോകാം, അവിടെ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചീഫ് അസോസിയേറ്റിന്റെ അടുത്തോട്ട് പോകാമെന്ന് പറഞ്ഞ് എനിക്ക് റൂമിൽ ഇങ്ങനെ ഗ്ലാസ്സാണ്. അപ്പൊ ആ ഗ്ലാസിന്റെ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് 2 സൈഡിലെ ഈ വിൻഡോ കട്ടൺ ഓപ്പൺ ചെയ്തിട്ടുകൊണ്ട് വർത്താനം പറഞ്ഞുകൊണ്ട് എനിക്ക് സ്പ്രൈറ്റ് തന്നു. ആ സ്പ്രൈറ്റിനകത്ത് തന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് പെട്ടെന്നൊരു തലവർക്കവും വല്ലാതെ വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ എണീക്കുമ്പോഴത്തേക്ക് രാത്രി 11 മണിയായി. 11 മണിയായപ്പം എനിക്ക് എന്റെ ദേഹത്തെല്ലാം, അതായത് എന്നെ യൂസ് ചെയ്തു എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എനിക്ക് ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് എന്റെ ദേഹത്തെല്ലാം സ്റ്റെം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് കുളിച്ചിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ ഈ സംഭവങ്ങൾ വന്നപ്പോൾ അവർ വന്ന് പെട്ടെന്ന് റൂം കാലി ചെയ്തോ, കാരണം ഇനി അടുത്ത ക്രൂ മുഴുവൻ അവിടെ ഉള്ളതല്ലേ, അപ്പൊ വേറെ ആരെങ്കിലും വരുമോ എന്ന് അറിയത്തില്ല. CPM ക്ലാപ്പന വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം ജെ കുഞ്ഞിച്ചന്തു എന്ന ആളാണ് പ്രതിയെ സംരക്ഷിക്കുന്നതെന്നും യുവതി ആരോപിക്കുന്നുണ്ട്. ഹൈദരാബാദ് പോലീസ് മൻസൂർ റഷീദിനെ അന്വേഷിച്ച് കൊല്ലത്ത് വന്നപ്പോൾ കുഞ്ഞിച്ചന്തുവിന്റെ വീട്ടിലടക്കം ഒളിവിൽ കഴിഞ്ഞതിന് തെളിവ് കിട്ടിയിരുന്നു. ഫോൺ ട്രാക്കിംഗ് രേഖകളടക്കം ഇതിന് തെളിവായുണ്ടെന്നും പരാതിക്കാരി പറയുന്നു. മന്ത്രി സജി ചെറിയാൻ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം K വരദരാജൻ എന്നിവർക്ക് 2021 തന്നെ പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല. കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ട് ഹൈദരാബാദ് പോലീസ് ജൂൺ 23, 2023 ജൂണില്, ഈ കഴിഞ്ഞ മാസം ജൂണില് അവിടെ പോലീസുകാരുണ്ടായിരുന്നു. അപ്പൊ ഈ വ്യക്തിനെ ഇങ്ങനെ ട്രേസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ കുഞ്ഞിച്ചന്തു എന്ന് പറയുന്ന CPM പാർട്ടിയുടെ പ്രവർത്തകനും ഇവരെല്ലാം കൂടെ എന്റെ അഡ്വക്കേറ്റിനെ കാണാൻ ചെല്ലുന്നത്. അങ്ങനെ അന്ന് രാത്രി പോലീസുകാർ ഈ കുഞ്ഞിച്ചന്തുവിന്റെ, അപ്പം ഈ മൻസൂർ റഷീദിനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് കുഞ്ഞിച്ചന്തുവിന്റെ വീട്ടിലായിരുന്നു. മൻസൂർ റഷീദിനെ അവർ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പം കുഞ്ഞിച്ചന്തുവിന്റെ വീട് വളർന്നെങ്കിലും കേരള പോലീസ് ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ ഇവിടുന്ന് ആരോ ഒരാള് ഇങ്ങനെ ഈ കുഞ്ഞിച്ചന്തു എന്ന് പറയുന്ന വ്യക്തിക്ക് നേരത്തെ ഇൻഫർമേഷൻ കൊടുത്തു. അതനുസരിച്ച് ഇവര് രണ്ടുപേരും വേഗം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങി. അപ്പൊ അവരുടെ അമ്മ വന്ന് വാതിൽ തുറന്നിട്ട് അമ്മ പറഞ്ഞു ഇവിടെ ഇല്ല എന്നുള്ള രീതിയിൽ അമ്മ പോലീസുകാരോട് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മുഖ്യമന്ത്രിക്ക് പിന്നെ പോലീസുകാർക്കൊക്കെ പരാതി അയച്ചെങ്കിൽ എനിക്കൊരു റെസിപ്റ്റ് കിട്ടി ജസ്റ്റ്, അല്ലാതെ എനിക്ക് ഇതുവരെ ഒരു നീതിയും കിട്ടിയിട്ടില്ല. ഹൈദരാബാദിൽ പരാതി നൽകിയതിന്റെ പകവീട്ടാൻ മൻസൂർ റഷീദ് തന്റെ കുടുംബജീവിതം തകർത്തു. നിലവിൽ ഹൈദരാബാദിൽ ജീവിക്കുന്നത് ഭയത്തോടെയാണെന്നും യുവതി പറയുന്നു. തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര.